ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നങ്ങനെ പത്തനംതിട്ട വരെ പോകുന്നതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. അങ്ങനെ ആര്യന് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം അവന് 4:30 ആകുമ്പോൾ പത്തനംതിട്ടയിൽ അവൻ ഫെൻസിങ്ങിൻ്റെ ക്ലാസ്സിന് പോകുന്നുണ്ട്. അങ്ങനെ 4:30 ആയപ്പോഴേക്കും ഞങ്ങൾ പത്തനംതിട്ടയിലെത്തി കേട്ടോ. അങ്ങനെ ചേട്ടൻ അവനെ ക്ലാസ്സിലോട്ട് കൊണ്ടുവിടുന്ന രംഗമാണ് ഈ കാണുന്നത്. അങ്ങനെ അവൻ്റെ ക്ലാസ് 2 മണിക്കൂറോളം അവൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. 6:30 വരെയാണ് ക്ലാസ് ഉള്ളത്, 4:30 മുതൽ 6:30 വരെ. എന്നും നിഗ്ലാനും ആര്യനും മാത്രമാണ് കേട്ടോ പത്തനംതിട്ടയിൽ പോയിട്ട് വരുന്നത്. എന്നും ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആര്യൻ പറയാറുണ്ട്, അമ്മേ പത്തനംതിട്ടയിൽ താജ്മഹലുണ്ട്, നമുക്ക് പോയി കാണാമെന്ന്. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങളും കൂടെ പത്തനംതിട്ടയ്ക്ക് പോരുന്നത്, അവൻ്റെ നിർബന്ധപ്രകാരം. അങ്ങനെ ടിക്കറ്റ് എടുത്തു. 5 വയസ്സിന് മുകളിലുള്ളവർക്ക് 100 രൂപ കേട്ടോ ടിക്കറ്റ് ചാർജ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറിയപ്പോഴാണ് പത്തനംതിട്ടയിലെ താജ്മഹൽ നമ്മൾ കാണുന്നത്. നല്ല ഭംഗിയാട്ടോ പുറത്തുനിന്ന് കാണുമ്പോൾ. ഞങ്ങൾ പോയപ്പോൾ ചെറിയ മഴ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. എന്നും ക്ലാസ്സിന് പോകുമ്പോൾ ആര്യൻ പറയാറുണ്ട്, അമ്മേ അവിടെ ഒരു താജ്മഹലുണ്ട് പത്തനംതിട്ടയിൽ, നമുക്ക് പോയി കാണണേ. അങ്ങനെയാണ് ഞാനും അമ്മയും കൂടെ ഈ തവണ അവൻ്റെ കൂടെ ക്ലാസ്സിനും കൂടെ വന്നത്. അപ്പോൾ ആ വഴിയാകുമ്പോൾ തിരിച്ച് അവൻ്റെ ക്ലാസ്സും കഴിഞ്ഞ് ഇത് കണ്ടിട്ട് പോരാമല്ലോ, അതുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ പോരുന്നത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് മീനൊക്കെ സൈഡിലുണ്ടായിരുന്നു, അതിനെയൊക്കെ കളിപ്പിച്ചു ആര്യൻ. പിന്നെ ഏറ്റവും കൗതുകപരമായ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് കയറുമ്പോൾ പല പല വെറൈറ്റി പേരുകളിലുള്ള മാങ്ങകൾ, അതും മാമ്പഴമാണ് കേട്ടോ. അത് ഓരോന്നിനും ഓരോരോ ടേസ്റ്റ്, ഏത് വാങ്ങിക്കണമെന്നുള്ള കൺഫ്യൂഷനിലാവും. അത്രയും നല്ല ടേസ്റ്റുള്ള മാങ്ങകളാണ്. ചേട്ടൻ ഓടി നടന്ന് വിൽക്കായിരുന്നു. പിന്നെ ഓരോന്നിനും ഓരോരോ ടേസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഏതാണ് വാങ്ങിക്കേണ്ടതെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പിന്നെ നമുക്ക് അവിടെ കവറൊക്കെ വെച്ചിട്ടുണ്ട്, നമ്മളുടെ ഇഷ്ടാനുസരണം ഏത് മാങ്ങയാണോ വേണ്ടത് അത് നോക്കിയെടുക്കാം. അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞ് ഉള്ളിലോട്ട് കയറുമ്പോൾ, അകത്തേക്ക് കയറുമ്പോൾ കിളികളുടെ ഒരു കൂടാരം തന്നെ ഉണ്ട് കേട്ടോ. അത് ഫ്രീ ആയിട്ട് കിളികളെയെല്ലാം ഇങ്ങനെ പറത്തി വിട്ടേക്കാണ്, നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം നടക്കാൻ. അപ്പം ആരെയും കൂട്ടിലോ അങ്ങനെയൊന്നും അല്ല ഇട്ടിരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ ഒരു മുട്ടയിട്ട കിളിയേയും കണ്ടു. അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി കുരങ്ങ്, അവൻ്റെ കുറച്ച് വികൃതികളും പിന്നെ കിളികളും ഒക്കെ ഉണ്ട്, വലിയ കിളികളൊക്കെ. നമുക്ക് തോളത്ത് വെക്കുകയും അതിന് ഫോട്ടോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോഴാണ് അവന് ആഗ്രഹം വന്നത്, ആര്യന് അവനും കിളിയെ തോളത്ത് വെക്കണം. അങ്ങനെ ഞങ്ങൾ കിളിയെ തോളത്തൊക്കെ വെപ്പിച്ചു, അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. അവിടുന്ന് പിന്നെ ഇറങ്ങി നേരെ ചെല്ലുന്നത് കോമണായിട്ട് എല്ലായിടത്തും കാണുന്നത് പോലെ തന്നെ, പുഷ്പമേളയിലും ഒക്കെ കാണുന്നത് പോലെ തന്നെയുള്ള ഷോപ്പുകളാണ്. പിന്നെ ആയുർവേദത്തിൻ്റെ എണ്ണകളും കൊച്ചുകുട്ടികളുടെ കളിപ്പാട്ടങ്ങളും പിന്നെ ലേഡീസ് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി കത്തികൾ, വെറൈറ്റി മോഡലുള്ള കത്തികൾ, അങ്ങനെ എല്ലാം കണ്ടു. കുറച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യമുള്ള വേണ്ടതൊക്കെ വാങ്ങിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ ഗെയിംസൊക്കെ തുടങ്ങി വരുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ തന്നെ മഴയായതുകൊണ്ട് ഒരുപാട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്. അങ്ങനെ പത്തനംതിട്ടയിലെ താജ്മഹലൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വണ്ടിയിൽ കയറി വീട്ടിലേക്ക് വീണ്ടും യാത്ര തിരിച്ചു. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.